വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. ഭിന്നശേഷി മേഖലയിൽ കേരളത്തിന് മാതൃകയായ പദ്ധതികളിലൂടെ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ പുരസ്കാരം കരസ്ഥമാക്കിയ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് ഉൾപ്പെടെയുള്ളവരെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആദരിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. മതിലുകൾക്ക് പകരം തുറന്നപ്പെടുന്നത് അവരുടെ ധൈര്യവും മനോവീര്യവും വീണ്ടും ഉയർത്തുന്ന പ്രകാശം അതിശയകരമാണ്. തടസ്സങ്ങളെ നേട്ടങ്ങളാക്കി മാറ്റി ഈ അവാർഡ് ജേതാക്കൾ വെറും വിജയികൾ. ജില്ലാ ഭരണകൂടം അവാർഡ് ജേതാക്കൾ, മികച്ച ജില്ലാ ലീഗൽ സർവീസ് പങ്കെടുത്ത വിജയികൾക്കും എല്ലാവരെയും ശ്രീമതി സാക്ഷി മോഹൻ IAS അവർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PK അസ്ലു അവർ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി. ഈ ആളുകൾ നൽകുന്ന ഈ സ്വീകരണത്തിനാണ് ഈ ആളുകൾ അവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കലക്ടർ അവരെ ഹൃദയത്തോട് ചേർത്ത് തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് അങ്ങനെ ഒരു കാരുണ്യ മനസ്സ് ഞാൻ ഡയാലിസിസ് സെന്ററിലേക്ക് അദ്ദേഹത്തെ മുമ്പ് ക്ഷണിച്ചു. അദ്ദേഹം വന്നു കണ്ടു, കീഴടക്കി എന്നൊക്കെ പറയുന്നത് പോലെ ഒരേ സമയത്ത് തന്നെ അദ്ദേഹം വന്ന അന്ന് മുതൽ തന്നെ ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു. അന്ന് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളുണ്ടായിരുന്നു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് കൈപ്പറ്റാനും അവരുടെയൊക്കെ സ്നേഹാദരം പിടിച്ചു വാങ്ങാനും ഈ കലക്ടർക്ക് കഴിയും. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഞങ്ങൾക്ക് അതിനുശേഷം ആ ഡയാലിസിസ് സെന്ററിനും അതുപോലെ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതിനൊക്കെ അദ്ദേഹത്തിൻ്റെതായ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഇനി അദ്ദേഹം കലക്ടർ ഇവിടെ വലത്ത് നിൽക്കണമല്ല, മാറും, അതല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങൾ ഇനിയും കിട്ടും, പിന്നെ റിട്ടയർഡ് ആവും. അതൊക്കെ സ്വാഭാവികമാണ്, ജീവിതത്തിൻ്റെ വരുന്നതാണ്. പക്ഷേ ഞങ്ങളൊരു സ്റ്റെപ്സ് എന്നൊരു പദ്ധതി തുടങ്ങുന്നു. ശിഹാബ് തങ്ങൾ എംപവർമെന്റ് പാലിയേറ്റീവ് സോൺ എന്നാണ് അതിൻ്റെ പേര്. ഭിന്നശേഷിക്കാർക്ക്, ഒട്ടിസം ബാധിച്ചവർക്ക്, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക്, ആരോരുമില്ലാതെ ഒരു രീതിയിലും ഒന്നിനും വഴിയില്ലാത്തവർക്ക്, അവർക്കൊക്കെയുള്ള ഒരു അഭയ കേന്ദ്രം 1,29,000 സ്ക്വയർ ഫീറ്റില് 6-7 ബിൽഡിങ്ങുകളായി ഇപ്പം 3.5 ഏക്കർ സ്ഥലം ഞങ്ങൾ എടുത്തു. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അത് സംസ്ഥാനത്തല്ല, ഇന്ത്യയിൽ തന്നെ ഇത്തരം ഭിന്നശേഷിക്കാർക്കുള്ള ഏറ്റവും വലിയൊരു കേന്ദ്രമാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജി അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ 1 ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് ഭിന്നശേഷി വിഭാഗത്തിനായി വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തിയതുവഴി മലപ്പുറം ജില്ലാ ഭരണകൂടം നേടിയത്. ഭിന്നശേഷി അവാർഡ് 2025 ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവാണ് പ്രഖ്യാപിച്ചത്. കേൾവി പരിമിതിയുള്ള മികച്ച ജീവനക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ട K റിയാസുദ്ദീൻ, സ്വകാര്യ മേഖലയിലെ ലോക്കോമോട്ടർ പരിമിതിയുള്ള മികച്ച ജീവനക്കാരിയായ CP ഫൗസിയ, സ്വകാര്യ മേഖലയിലെ കേൾവി പരിമിതിയുള്ള മികച്ച ജീവനക്കാരനായ K അനിൽകുമാർ, കലാ, സാഹിത്യം, കായികം മേഖലകളിൽ ഉന്നത നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഷബന പൊന്നാട്, മികച്ച ഭിന്നശേഷി സൌഹൃദ സ്ഥാപനമായ എബിലിറ്റി ഫൗണ്ടേഷൻ, മികച്ച ലീഗൽ സർവീസ് അതോറിറ്റിയായ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, മ്യൂസിക് തെറാപ്പിസ്റ്റ് നിർഷാദ് നിനി എന്നിവരെയും ഭിന്നശേഷി കലോത്സവത്തിൽ സമ്മാനം നേടിയവരെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. ADMK ദേവകി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളായ ഷാഹിന നിയാസി, KT അജ്മൽ, PK അസ്ലു, സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ CK ഷീബ മുംതാസ്, സാമൂഹിക നീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി K ബഷീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.